ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആൻസി SJ, സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് CSI ചർച്ച് ആലുവ സഭ അംഗമാണ്. ജോണി ത്രൂ ദ ജാംസിന്റെ 64-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 39:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യ ജീവിതത്തിന്റെ ബലഹീനതയെയും നിസാരതയെയും ഈ 39-ാം സങ്കീർത്തനം വെളിപ്പെടുത്തുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നതായി പറയുന്നു. നാമും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുകയില്ല എന്നതാണ് സത്യം. ഒരു നല്ല മാതൃകയായിരിക്കുവാനാണ് ദാവീദിന്റെ ആഗ്രഹം. ഞാൻ വായ് തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. ഇതിൽ ജനത്തിന്റെ മുൻപാകെ തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ ദാവീദിൽ കാണാം. തുടർന്ന് 10-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ശിക്ഷണ നടപടി തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായി ദാവീദ് മനസ്സിലാക്കുന്നു. ജീവിതത്തിന്റെ ഒരു ശരിയായ കാഴ്ചപ്പാട് നമുക്ക് എത്രമാത്രം ആവശ്യമായിരിക്കുന്നു. ശവക്കുഴിയല്ല ജീവിതത്തിന്റെ ലക്ഷ്യം, മറിച്ച് മനുഷ്യൻ വലിയ യാത്രയിലാണ്. മുൻപിലുള്ളത് നിത്യതയാണ് എന്ന സത്യം നാം മനസ്സിൽ സൂക്ഷിക്കണം. നാം ഇവിടെ ഈ ഭൂമിയിൽ അന്യന്മാരും പരദേശികളുമാണ്. എന്നാൽ ആ വിധത്തിലല്ല നാം ഇന്ന് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. നാം ഇവിടെ സ്ഥിരതാമസക്കാരെ പോലെ പ്രവർത്തിക്കാതെ തെറ്റായ സുരക്ഷിതത്വത്തിൽ നമ്മെ പൊതിയാതെ നേരായ മാർഗത്തിലൂടെ ശരിയായ വഴിയിൽ സഞ്ചരിച്ചാൽ നാം എത്തേണ്ട സ്ഥലത്ത് നാം വിചാരിക്കുന്നതിനും അപ്പുറം നാം എത്തിച്ചേരും എന്ന ഉറപ്പ് ഓരോരുത്തർക്കും അത്യാവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, കടന്നു വന്ന യാത്രകളിലെല്ലാം കൂടെ ഇരുന്ന് എൻ്റെ കുറവുകളും കുറ്റങ്ങളും ക്ഷമിച്ച് ഒരു നല്ല പൈതലായി വളരുവാൻ ഇന്നയോളം അവിടുന്ന് നടത്തിയ വലിയ കൃപകൾക്കായി നന്ദി. ഇനി കടന്നു പോകേണ്ട പാതകളിൽ പതറാതെ, കാലിടറാതെ, ഓരോ ചുവടും തെറ്റാതെ എൻ്റെ ജീവിതയാത്രയിൽ എന്നെ കൈപിടിച്ച് നടത്തണമേ. ആമേൻ.